Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്ത് തിരുവചനവുമായി ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല സാവകാശനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ സമയത്ത് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ ഒരു പ്രാവശ്യം കൂടി എനിക്ക് അവസരം നൽകി തന്ന ബഹുമാന്യായ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ റോസ്ലിൻ സുവേഷ് അവர்கள், അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ദൈവദാസിമാർ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഈ വൈകിയ വേളയിൽ ഞാൻ അറിയിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പല ആലോചനകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ അധികം ക്രിയ ചെയ്ത ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഏറ്റവും ലളിതമായ ഒരു വചനമാണ് അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രികാലം ആയിരിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തോട് സംവദിച്ച ആ വചനം ഇതാണ്. 75-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഞാൻ എന്നിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 75-ാം സങ്കീർത്തനം, അതിൻ്റെ 2-ാമത്തെ വാക്യം. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിന് സ്തോത്രം. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. നമ്മൾ പലപ്പോഴും വായിച്ച് വിട്ടിട്ടുള്ള ഒരു വേദഭാഗമാണിതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഈ വചനം വായിച്ച് വന്ന കൂട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു മുൻവിധി ഉണ്ടാകുവാനിടയായി. എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യത്തെ മുൻവിധിയോട് കാണുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഞാനും ആ കൂടെ ഉള്ളവരാണ്. പല കാര്യങ്ങൾ മുൻവിധിയോടെയാണ് നമ്മൾ കാണാറുള്ളത്. ഇന്ന് രാത്രിയിൽ ആ മുൻവിധികളെയെല്ലാം മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുവാനിടയായത്. എന്താണെന്നറിയാമോ? വെറും 2 വാക്കുകൾ അടങ്ങിയ ഒരു വേദഭാഗമാണ് വായിച്ചത്. എന്താണ്? സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിൻ്റെ ദാസനായ ആസാഫാണ് ഈ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത്. ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്തിമ വിധികർത്താവ് വലിയവനായ ദൈവം തന്നെയാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ദൈവം ന്യായാധിപതിയാകുന്നു. അപ്പോൾ ന്യായാധിപതിയായ ദൈവത്തിന് മാത്രമേ ഒരു സമ്പൂർണ്ണ വിധി കൽപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലേ? ഞാൻ ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ ആഴമേറി പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ വിധി എന്ന വാക്കിന് ഞാൻ അറിഞ്ഞതിലും അധികം വിശാലമായ ഒരു അർത്ഥമുണ്ടായിരുന്നു. അധികം വിശാലമായ ഒരു അർത്ഥം. എന്താണ് അധികം വിശാലമായ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. അത് പറയണമെങ്കിൽ ആദ്യം ഒരു വാക്ക് ഞാൻ പറയട്ടെ. വിധി എന്ന് പറയുന്ന വാക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വാക്കല്ല. വിധി എന്നൊരു വാക്ക് വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 119-ാമത്തെ സങ്കീർത്തനത്തിൽ വിധി എന്ന വാക്ക് ഏകദേശം 18ഓളം ഭാഗത്ത് ആവർത്തിച്ചിട്ടുണ്ട്. 119-ാം സങ്കീർത്തനത്തിൽ അതിനോട് ചേർന്ന് വരുന്ന 2 വാക്കുകളോടുണ്ട്. ആ 2 വാക്കുകൾ കൽപ്പന, ചട്ടങ്ങൾ, വിധികൾ. കൽപ്പന എന്ന വാക്ക് ഏകദേശം 24 പ്രാവശ്യവും ചട്ടങ്ങൾ എന്ന വാക്ക് 23 പ്രാവശ്യവും ആവർത്തിച്ചിട്ടുണ്ട്. അതിനോട് ചേർത്താണ് വിധികൾ എന്ന വാക്ക് വരുന്നത്.
അപ്പോൾ ഞാൻ കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് മുഴുവൻ ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ്. എന്നാൽ ഏറ്റവും ലളിതവൽക്കരിച്ച് ഏറ്റവും ഷോർട്ടാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 10 കൽപ്പന എന്നുള്ളത് ഏറ്റവും വലിയ കൽപ്പനയാണ്, പ്രമാണമാണെന്നും കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഞാനതിനെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. അതിൻ്റെ ആദ്യത്തെ 4 എണ്ണം ദൈവം പറയുന്ന 4 കൂട്ടം കാര്യങ്ങൾ, അതായത് അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്, വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഈ പറയുന്ന 10 കൽപ്പനകളിലെ 4 കൂട്ടം കാര്യങ്ങൾ, ആ 4 കൂട്ടം കാര്യങ്ങളും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആരാധനയുടെ ബന്ധത്തിൽ എങ്ങനെ ദൈവമായിട്ട് ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന കാര്യം. ഇനിയും അടുത്ത 6 എണ്ണം നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്ന അടുത്ത 6 കൂട്ടം കാര്യങ്ങൾ മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അതിനെ കൽപ്പന എന്ന് നമുക്ക് പറയുവാൻ കഴിയും. മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് ചട്ടങ്ങൾ എന്ന് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കൽപ്പനയെയും ചട്ടങ്ങളെയും എല്ലാം സ്വത്രം നോക്കുകുത്തിയായിക്കൊണ്ട് ദൈവത്തെ അനുസരിക്കാതെ മനുഷ്യനോട് യാതൊരു ബാധ്യതയുമില്ലാതെ ഒരു രീതിയിലും ദൈവത്തെ സ്നേഹിക്കാതെ മുന്നോട്ട് പോകുന്ന കൽപ്പനകളും ചട്ടങ്ങളുമെല്ലാം ദൂരത്തെറിഞ്ഞ് ജീവിക്കുന്നവനെ എങ്ങനെയാണോ ദൈവം ശിക്ഷ കൊടുക്കുന്നത്, അതാണ് വിധികൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, അത് ദൈവം ആരാധനയുമായുള്ള ബന്ധത്തിൽ, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിലാണ് കൽപ്പന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രായോഗികമാകുന്നത്. മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളിലാണ് അത് പാലിക്കപ്പെടേണ്ടതായ കാര്യങ്ങളാണ് ചട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചട്ടങ്ങളെയും ലംഘിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയെയും ലംഘിച്ച് ഒരുത്തൻ ജീവിക്കുന്നെങ്കിൽ അവനെ ശിക്ഷിക്കുവാനുള്ള ശിക്ഷാവിധികളെയാണ് വിധി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ചിന്ത അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ ചിന്ത മുന്നോട്ട് കടന്നുപോയപ്പോൾ അടുത്തൊരു കാര്യം കൂടെ എന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഈ വിധി എന്ന ഒരു ക്രിയ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെയും ദൈവത്തിൻ്റെ ചട്ടങ്ങളെയും തിരസ്കരിച്ച് നടക്കുന്ന ഒരുത്തിന് ഒരു വിധി കൽപ്പിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം 3 കക്ഷികൾ വേണം. ആരൊക്കെയാണ് 3 കക്ഷികൾ? ഞാനത് ചിന്തയിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. ഞാനതിൻ്റെ പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ്. ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചാലും എന്താണ് ഈ വിധി എന്ന് പറയുന്ന ക്രിയ നടക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ വിധി എന്ന ക്രിയ ചെയ്തെടുക്കുവാൻ വേണ്ടി ഏതൊക്കെ കഥാപാത്രങ്ങൾ വേണമെന്നറിയാമോ? അതായത് 3 കക്ഷികൾ വേണം. 1 വാദി വേണം, 2 പ്രതി വേണം, 3 ഒരു ന്യായാധിപൻ വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വിധി എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ കുറിവാക്യം വായിച്ചത് സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിധികർത്താവായ ന്യായാധിപനായ വലിയവനായ ദൈവം എപ്പോഴും തൻ്റെ സിംഹാസനത്തിലുണ്ട്. പക്ഷേ വിധി എന്ന കർമ്മം അല്ലെങ്കിൽ ക്രിയ അവിടെ നടക്കണമെങ്കിൽ ഒരു വാദി ഉണ്ടാകണം, അടുത്തത് ഒരു പ്രതി ഉണ്ടാകണം, വിധികർത്താവായ ദൈവം തമ്പുരാൻ ഉണ്ടാകണം. ഇനി ഒന്ന് ശ്രദ്ധിച്ച ദൈവമക്കളെ, ഇവിടെ ആരാണ് വാദി? ദൈവമക്കൾ ഒരിക്കലും വാദിയായി മാറുകയില്ല. പിന്നെ ആരാണ് വാദി? വാദി എന്ന് പറഞ്ഞാൽ നിനക്കെതിരായി വാദിക്കുന്ന, ദൈവവിശ്വാസികൾക്ക് വിരോധമായി വാദിക്കുന്ന ഒരേ ഒരു വാദിയാണ് പൈശാചികൻ അല്ലെങ്കിൽ സാത്താൻ. അവൻ ദൈവത്തിന് എപ്പോഴും വിരോധിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനും ദൈവമക്കൾക്കും വിരോധിയായി ഈ സാത്താൻ മാറുകയാണ്. അവൻ വാദിയായി മാറുകയാണ്.
എങ്ങനെയാണ് വാദിയായി മാറുന്നത് ഞാൻ തെളിയിച്ചു തരാം. ഇനിയും പ്രതി ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും പിശാചിന് മുമ്പിൽ പ്രതികളാണ് ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ഞാനത് പറഞ്ഞു വരുന്നത് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വാദിയായ പിശാച്, പ്രതിയായ മനുഷ്യൻ, ന്യായാധിപതിയായ ദൈവം. ഇനിയാണ് വാക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വരുവാൻ പോകുന്നത്. ദൈവം തമ്പുരാൻ പറയുന്നു, അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. എപ്പോഴാണ് ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ പിശാച് വാദവുമായി കടന്നു വരുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എപ്പോഴാണെന്ന് ചോദിച്ചാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നാം പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നാം പിശാചിന് എതിരാളിയായി മാറുകയാണ്. പിശാചിന് എപ്പോൾ എതിരാളിയായി മാറുമോ ആ സമയം തന്നെ പിശാച് നമുക്കെതിരായി വാദിക്കുവാൻ തുടങ്ങും. ഞാനൊരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ എല്ലാ ചെയ്തികളെയും, ലോകത്തിൽ എവിടെ നമ്മൾ ആയിരിക്കുന്നു, എന്ത് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു, ഏത് വിധത്തിൽ ജീവിക്കുന്നു, ഏത് പ്രവർത്തനങ്ങളിൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവഡ് ആകുന്നു, ഇതെല്ലാം പിശാചിനറിയാം. നമ്മുടെ ആഴ്ചയിലെ 6 ദിവസവും നമ്മൾ ആരോടൊക്കെ നമ്മൾ ആരുടെ കൂടൊക്കെ സഹകരിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവയെല്ലാം കൃത്യമായി അറിയാവുന്ന പിശാച് 7ാമത്തെ ദിവസം നമ്മൾ ആരാധനയ്ക്ക് മുഴങ്കാൽ മടക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, പിശാച് പറയും, നീ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന് നീ ചെയ്തില്ലേ? ദൈവത്തിന് സ്തോത്രം. നീ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നിന്റെ പ്രാർത്ഥനാ വാക്കുകളെ പിശാച് തടഞ്ഞുകൊണ്ട് പറയും, അവൻ എൻ്റെ കൂടെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ് ദൈവത്തിൽ എന്തോ പ്രാപിക്കുവാൻ വേണ്ടി അവൻ ദൈവസ്ഥലിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പിശാച് വാദം തുടങ്ങും, അവനത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് പിശാച് നമുക്ക് വാദിയായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പിശാച് നമുക്കെതിരായി വാദിയായി മാറും. ഞാൻ 1-2 വാക്യങ്ങൾ അതിന് തെളിവായിട്ട് പറയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? ഇയ്യോബിനെ ദൈവത്തിന്റെ സന്നിധിയിൽ പിശാച് കടന്നു ചെന്നപ്പോൾ പിശാചിനോട് ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ അവന്റെ മറുപടി, ഞാൻ ഭൂലോകത്തൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവന്റെ മറുപടി, നീ ഒരു വാക്ക് അവന് ഇങ്ങനെയാണ്, സാത്താൻ യഹോവയുടെ വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിലുള്ളതും അവനോട് സകലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു. ഇത്രയും ദൈവത്തിന്റെ ഭക്തനായ ഒരു ഭക്തന് നേരെ അവൻ പറയുകയാണ്, നീ അവനെ ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തെ തള്ളിപ്പറയും. അവന്റെ വാദഗതി മുന്നോട്ട് വയ്ക്കുകയാണ്. അവന്റെ വാദഗതി മുന്നോട്ട് വെച്ചിട്ട്, ഇയ്യോബ് ഒരു സാധാരണക്കാരനല്ല, യഹോഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, നേരുള്ളവനാണ്, ദൈവത്തെ ആരാധിക്കുന്നവനാണ്, സകലത്തിനും ഒരു തികഞ്ഞ ആത്മീയൻ. അവനെക്കുറിച്ച് പിശാച് പറയുകയാണ്, വാദിക്കുകയാണ്, നീ അവനെ ഒന്ന് തൊടുക. ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായും ഇയ്യോബ് എന്ത് ചെയ്യും? നിന്നെ തള്ളിപ്പറയും. പിശാചിന്റെ വാദം അവിടെ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നാം ദൈവത്തിന്റെ മുൻപാകെ കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ഏത് ന്യൂനതകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിശാച് പറയും, അത് കൊടുക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിശാച് വാദഗതി. ദൈവത്തിന് സ്തോത്രം. ഇത് പിശാചിന്റെ കാര്യമാണ്. എന്നാൽ വിധികർത്താവായ ദൈവം തമ്പുരാനാണ് സമയമാകുമ്പോൾ നേരോടെ വിധിക്കുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ ഇതിന് ചേർത്ത് വെച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുരോഹിതനായ യോശുവയെ നമുക്കറിയാം. സഖരിയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പുരോഹിതനായ പുരോഹിതനായ യോശുവയെ
പുരോഹിതനായ യോശുവയെ പിശാച് കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? സഖറിയ 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വാക്യം 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നത് സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കാണിച്ചു തന്നു. കണ്ടോ? എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാണ് കാരണം? 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നീക്കിക്കളയുവീനെന്ന് വലിയവനായ ദൈവം കൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യോശുവയ്ക്കെതിരായിട്ടുള്ള വാദം, അവൻ മുഷിഞ്ഞ വസ്ത്രവുമായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിശാച് കണ്ടുപിടിക്കുന്ന ന്യൂനത കണ്ടോ? ഒരു പുരോഹിതന്റെ ഒരുപക്ഷെ വിശുദ്ധിയായിരിക്കാം, അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കളങ്കമായിരിക്കാം, ഏതെങ്കിലും പിഴവുകളായിരിക്കാം. അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചൂണ്ടലിട്ട് വലിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിന് മുമ്പാകെ വന്നു നിന്നിട്ട് മഹാപുരോഹിതനായ യോശുവയെ കുറ്റം വിധിക്കുകയാണ്. നോക്ക്, അവൻ്റെ വസ്ത്രം എന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തിയാകാം, വാക്കുകളാകാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ വന്ന വീഴ്ചയാകാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ആ ന്യൂനത പിശാച് വാദിക്കുവാൻ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ആ വാക്യത്തിന് ദൈവത്തിന് സ്തോത്രം, നമ്മൾ വായിച്ച കുറിവാക്യം എന്താണ് പറയുന്നത്? സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവം വിധിക്കുന്നത് കണ്ടോ? ആ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ന്യൂനത ഏതുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ദാസനായ പുരോഹിതനുമേൽ വിരൽ ചൂണ്ടുവാൻ പിശാചേ നിനക്ക് യാതൊരു അധികാരവുമില്ല, അവകാശവുമില്ല. ദൈവം ഉടൻ തന്നെ പറയുകയാണ്, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നീക്കിക്കളയുവീനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകത്ത് നിന്നിൽ പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളിച്ചു. ദൈവത്തിൻ്റെ തക്ക സമയത്തുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയം വരുമ്പോഴുള്ള ആ വിധി കണ്ടോ? സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. നിനക്ക് വിരോധമായി പിശാച് എപ്പോൾ വിരൽ ചൂണ്ടിയാലും നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പോസിറ്റീവായി കാണുവാൻ കാര്യങ്ങളുണ്ടെങ്കിൽ ആ പിശാചിൻ്റെ വെല്ലുവിളി, അവൻ്റെ വാദഗതികളെയെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ നേരോടെ വിധിക്കും. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന, അർഹിക്കുന്ന ഒരു മാന്യതയുണ്ടെങ്കിൽ, നമ്മെ നിർത്തിയ സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരെങ്കിൽ, പിശാച് എത്രമാത്രം ന്യൂനത ചൂണ്ടിയെടുത്തുകൊണ്ട് വന്നാലും വലിയവനായ ദൈവം നേരോടെ വിധിക്കും. നിന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിത്തരും, അവൻ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും, നിന്നെ മാനിക്കും, നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പിശാചേ, നിനക്ക് വാദിക്കുവാൻ അവകാശമുണ്ട്, പക്ഷേ അന്തിമ വിധി വലിയവനായ ദൈവമാണ് നൽകുന്നത്. ആ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, കാരണം ഞങ്ങൾ അവൻ്റെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇനിയും അവിടെ തീർന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ മാത്രം വാദിക്കുന്നവനല്ല പിശാച്. നമ്മൾ യൂദയുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് തന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. പ്രിയമുള്ള ദൈവമക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധന്മാരെ വാദിച്ച് അവരുടെ അനുഗ്രഹങ്ങളെ തടയുവാൻ പിശാച് ശ്രമിക്കും. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി, ദൈവത്തിന് സ്തോത്രം, ഇതാ അവൻ്റെ ശവശരീരം വെച്ച് വാദിക്കുന്ന പിശാച്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? ഒരു തലമുറയെ മുഴുവൻ, ഒരു ജനതയെ മുഴുവൻ വാഗ്ദത്ത കനാനിലേക്ക് നയിച്ചുകൊണ്ട് കടന്നുപോയ
ആ ദൈവത്തിൻ്റെ ഭക്തനെ പലപ്പോഴും പിശാച് തോൽപ്പിച്ചു കളയുവാനിടയായി തീർന്നിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിലെ വാക്കുകൾ, പ്രവൃത്തികൾ, ന്യൂനതകളെ എല്ലാം അവൻ്റെ മരണശേഷവും വാദിച്ചുകൊണ്ട് നിൽക്കുന്ന പിശാച്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പിശാച് എത്രമാത്രം വാദിച്ചാലും എനിക്കും നിങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. കാരണം അവൻ്റെ രക്തത്താൽ നാം വീണ്ടും ജനനം പ്രാപിച്ചതുകൊണ്ട് നിനക്കെതിരെ ഉയർത്തുന്ന ഏത് വെല്ലുവിളികളെയും, ഏത് വാദഗതികളെയും, ഏത് പൈശാചിക പോരാട്ടങ്ങളെയും ശാസിച്ചമർത്തുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും വലിയവനായി നിലകൊള്ളുന്നു. ദൈവമക്കളെ, അത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇത് പൈശാചിക വിധി, പൈശാചിക വാദങ്ങൾ, പൈശാചിക വിധിയല്ല, പൈശാചിക വാദങ്ങൾ. എവിടെയെല്ലാം നിന്റെ ജീവിതത്തിൽ നന്മ ദൈവം കാണുന്നുണ്ടോ അവിടെയെല്ലാം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിനക്ക് അന്തിമ വിധി കൽപ്പിക്കുന്ന വലിയവനായ ദൈവം, ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ വിധിയെക്കുറിച്ച് വീണ്ടും പഠിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ഒരുപാട് ചിന്തകൾ നൽകി. ഇത് പൈശാചിക ശക്തികൾ നമുക്കെതിരായി വാദിക്കുന്ന വാദഗതികളാണ് ഞാൻ ഇതുവരെ പറഞ്ഞു തന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. പിശാച് മാത്രമല്ല ദൈവമക്കളെ നമുക്കെതിരായി വാദിക്കുവാനുള്ളത്. നമ്മെ പ്രതിക്കൂട്ടിലാക്കുന്ന പിശാച് മാത്രമല്ല ദൈവമക്കളെ. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രമാണിമാരായിട്ടുള്ള കുറെ ആൾക്കാര് ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് വരികയാണ്. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വിചാരണ ചെയ്യുവാൻ വേണ്ടി. എന്താ കാര്യമെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. ശാസ്ത്രിമാരും പരീശന്മാരും ഒത്തുചേർന്നിട്ട് ഒരു സാധുവായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരികയാണ്. പറയുന്ന കുറ്റം, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു, മോശയുടെ ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. യേശുവേ, നിന്റെ വിധി എന്താണ്? അതാണ് പരീശന്മാരുടെയും ഈ പറയുന്ന പുള്ളികളുടെയൊക്കെ ചോദ്യം. ഞാനത് ചോദിക്കട്ടെ ദൈവമക്കളെ, ആ സ്ത്രീ തനിയല്ലല്ലോ വ്യഭിചാരം ചെയ്തത്. ഒരു സ്ത്രീക്ക് തനിയെ വ്യഭിചാരം ചെയ്യാൻ കഴിയുമോ? നമ്മളുടെ വായിക്കുന്ന വാക്യം എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞും വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. എന്നെ സന്തോഷിപ്പിച്ചു ആ വാക്യം. യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് പഴയ അപ്പച്ചന്മാരുടെ പ്രസംഗമാണ്. അതിൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്നു. അവർ പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ പുള്ളിയുടെയൊക്കെ പേരാണ് കർത്താവ് എഴുതിക്കൊണ്ടിരുന്നെന്നാ ചിലർ പറയുന്നത്. എന്തു വായിക്കൊള്ളട്ടെ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, നിലത്തെഴുതിക്കൊണ്ടിരുന്ന. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരുമായി വിട്ടുപോയി. കർത്താവിൻ്റെ ഒറ്റ വാക്കിൻ്റെ മുൻപിൽ ഇവന്മാരെല്ലാം ലഭ്യരായിപ്പോയി. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ന്യൂനത ഇല്ലാത്തത് ആരാണ്? ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. കർത്താവ് ഒടുവിൽ ആ സ്ത്രീയും കർത്താവും മാത്രം ശേഷിച്ചു. യേശു എന്താണ് അവരോട് പറഞ്ഞത്? ആരും നിന്നെ കുറ്റം വിധിച്ചില്ലല്ലേ? ആരും നിന്നെ കല്ലെറിഞ്ഞില്ല അല്ലേ? യേശു പറഞ്ഞു, ഇനിമേലാൽ പാപം ചെയ്യരുത്. അതോടെ വിധിയാണ്. ന്യായകർത്താവിൻ്റെ, ന്യായാധിപതിയായ വലിയവനായ ദൈവത്തിൻ്റെ വിധിയായിരുന്നു ആ തക്ക സമയത്ത് വെളിപ്പെട്ടത്. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് കാണുവാൻ, അല്ലെങ്കിൽ കല്ലെറിയുവാൻ കല്ലുമായിട്ട് വന്നിരിക്കുകയാണ് യേശുവിൻ്റെ മുൻപാകെ. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏതെങ്കിലും കുറവുകളെ
വലുതാക്കി കാണിച്ചിട്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ അതിന് തുല്യമായ ശാപവാക്കുകൾ കൊണ്ട് കുറ്റവാളിയെ പോലെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ പലപ്പോഴും നമുക്ക് വിരോധമായി തീർന്നിട്ടില്ലേ? കല്ലെറിയാൻ, എവിടെ വെച്ചെങ്കിലും അവനെ തീർത്ത് കളയാൻ, അവളെ തീർത്ത് കളയാൻ, അവളുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അല്ലേ പലരും കൂട്ടം കൂടി എനിക്കും നിങ്ങൾക്കും വിരോധമായി വാദിച്ചുകൊണ്ട് വന്നിട്ടില്ലേ? സ്നേഹവാനായ ദൈവം അവരുടെ നടുവിലെല്ലാം ഇവരെ നിർത്തിയിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ കുറവുകൾ പറഞ്ഞ്, വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞ്, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ പറഞ്ഞ്, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പല കാര്യങ്ങളെ പറഞ്ഞ് കുറ്റവാളിയാക്കി മനുഷ്യന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുൻപിൽ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ അവർ വാദിക്കുകയാണ്. പ്രമാണം അങ്ങനല്ലേ പറയുന്നത്? അവളെ കല്ലെറിഞ്ഞ് കൊല്ലണ്ടേ? യേശു തക്ക സമയത്ത് വിധിക്കുകയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, ഇനിമേലാൽ പാപം ചെയ്യരുത്. അവളെ പറഞ്ഞു വീട്ടിലയച്ചു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ന്യായാധിപതിയായ കർത്താവിൻ്റെ വാക്കുകൾ. എൻ്റെ ചിന്ത അവിടെ അവസാനിച്ചില്ല ദൈവമക്കളെ. എൻ്റെ ഹൃദയത്തിൽ വേറൊരു ചിന്തയുടെ കടന്നു വന്നു. ഇതൊരു സാധാരണ സമൂഹമാണെന്ന് കൂട്ടിക്കോ. എന്നാൽ ചില ദൈവദാസന്മാരുണ്ട്. ഞാൻ പറയുമ്പോൾ ആരും വിഷമിക്കരുത്. ഒരു വാക്യം ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ ഉള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഞാനത് വായിക്കാം. ലൂക്കോസ് 9:51 മുതൽ. അവൻ്റെ ആരോഹണത്തിലുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയോ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടാൻ ശമരിയക്കാരുടെ ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ കൈക്കൊണ്ടില്ല. അതവൻ്റെ ശിഷ്യനായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീ ഇറക്കി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയും നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞു അവനെ ശാസിച്ചു. നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിപ്പാൻ അത്ര വന്നത് എന്ന് പറഞ്ഞു. എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വർഗത്തിൽ പോകാനിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ പറയുകയാണ്, ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു, യേശുവിന് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചു. അവരാരും മൈൻഡ് ചെയ്തില്ല. അവർ വികാരം തള്ളി വന്നു. അവർ പറയുകയാണ്, യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞെന്താണ്, പണ്ട് ഏലിയാവ് ചെയ്ത പോലെ ആകാശത്ത് തീയിറക്കി ഇവരെയെല്ലാം ദഹിപ്പിച്ച് കളയാം. ഞാൻ പറഞ്ഞില്ല, മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയില്ല. ഇവരെക്കുറിച്ച് മത്തായി 20:21 വായിക്കുന്നത്, അല്ലെങ്കിൽ മത്തായി 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ സബദിപുത്രന്മാർ എന്ന് പറയുന്ന ഈ യോഹന്നാനും യാക്കോബും സബദിപുത്രന്മാരാണ്. ഇവരുടെ അമ്മ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഈ 2 മക്കളെ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരുത്തണമേ എന്ന് ആവശ്യപ്പെട്ട കൂട്ടരാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ, യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാൻ താല്പര്യത്തോടെ കടന്നു വരുന്ന ഈ ദൈവത്തിൻ്റെ ദാസന്മാർ പറയുകയാണ്, നമ്മുടെ സുവിശേഷ പ്രസംഗം അവർ കേട്ടില്ല, അവരെ തീയിറക്കി അങ്ങ് ദഹിപ്പിച്ചേക്കാം. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ഏതാത്മാവിനെയാണ് പ്രാപിച്ചേക്കുന്നത്? ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ദൈവത്തിന് സ്തോത്രം ഭയങ്കര പോരാട്ട വീര്യമാണ്. പക്ഷെ അവരെ മൈൻഡ് ചെയ്യില്ല എന്ന് വിചാരിക്കുമ്പം
മനസ്സിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ശപിക്കുന്ന, ഇങ്ങനെയൊക്കെ വിധി കൽപ്പിക്കുന്ന, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെയൊക്കെ വിധി കൽപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ചോദിക്കുന്ന അവരോട് ഇങ്ങനെയാണ്: ഏതാത്മാവിനെ പ്രാപിച്ചവരാണ് നിങ്ങൾ? പ്രിയമുള്ള ദൈവമക്കളെ, ഞാനിവിടെ രണ്ട് പ്രത്യേകമായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, പിശാച് നമ്മെ എതിരായി വാദിക്കാൻ വരും. മനുഷ്യർ നമ്മെ എതിരായി വാദിക്കാനായിട്ട് വരും. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പിശാച് നമ്മളെ വിധിക്കും, അല്ലെങ്കിൽ വാദിക്കും. മനുഷ്യർ നമുക്ക് വിരോധമായി വാദിക്കും, നമ്മെ വിധിക്കും. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വിധിക്കുന്ന പോലെ നമുക്ക് സ്വയമായിട്ടൊരു വിധി ഉണ്ടാകണം. എൻ്റെ പ്രവൃത്തികൾ നല്ലവയോ, എൻ്റെ ജീവിതം നല്ലവയോ, എൻ്റെ റൂട്ട് നേരായ പാതയിലൂടെയാണ് പോകുന്നത്, സ്വയം വിധിക്കുന്ന ഒരു വിധികർത്താക്കളാകണം. നമ്മോട് തന്നെ നമ്മളൊരു വിധികർത്താക്കളായി മാറണം. പിശാച് വിധിക്കാം, മനുഷ്യർ വിധിക്കാം. അതിനെല്ലാം തക്കതായ സമയത്തൊരു ദൈവത്തിൻ്റെ ഭക്തനെ ദൈവ സമയം വരുമ്പോൾ നേരോടെ വിധിക്കും. എന്നാൽ അതിന് അതുപോലെ തത്തുല്യമായ ഒരു വിധികർത്താവാണ് നമ്മുടെ മേൽ നാം തന്നെ വിധിക്കുന്നൊരു വിധി. ദൈവം തമ്പുരാൻ ഇന്ന് രാത്രികാലം ഈ വചനത്തോട് ഈ വചനം കൊണ്ട് എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? ഞാനൊരു കാര്യം പറയാം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ജീവിതത്തിലെ ന്യൂനതകളെ എടുത്തു വെച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ പോരായ്മകളെ എടുത്തു വെച്ചുകൊണ്ട് അവനത് കൊടുക്കരുത്, അവനത് നന്മയാക്കരുത്, അവന് വഴി കൊടുക്കരുത്, അവന് വഴി തുറക്കരുത്, അവന് തലമുറയെ അനുഗ്രഹിക്കരുത് എന്ന് വാദിക്കുന്ന പൈശാചിക ശക്തികൾ നമുക്ക് വിരോധമായിട്ടുണ്ട് ദൈവമക്കളെ. എന്നാൽ ദൈവത്തിന് വിശ്വസ്തയോടെ നിന്നാൽ സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കും. കാരണം അവൻ മാത്രമാണ് ന്യായാധിപൻ, അവൻ മാത്രമാണ് സുപ്രീം ന്യായാധിപതി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ നമ്മളെ വിധിക്കാം, എന്നാൽ ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിന് സ്തോത്രം, എത്ര മനുഷ്യർ വിധിക്കാൻ വന്നാലും ആ സാധുവായ സ്ത്രീയോട് യേശു പറഞ്ഞതുപോലെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനിമേലാൽ പാപം ചെയ്യരുത്. ആ മനുഷ്യരെല്ലാം പിന്തിരിഞ്ഞോടിപ്പോയി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, സമൂഹം നിന്നെ കല്ലെറിയുവാൻ ഏതാണ് കുറ്റമെന്ന് നോക്കിയിരിക്കുമ്പോൾ നീ ഒരു ഭക്തനാണെങ്കിൽ സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്നൊരു ദൈവം, ആ വിധി കർത്താവിൻ്റെ മുമ്പാകെ ഞാൻ അവസാനം പറഞ്ഞ വാക്യം ഇതാണ്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് 31-32 വാക്യങ്ങൾ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിധിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വലിയവനായ ദൈവം തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും, വിടുവിക്കും, സഹായിക്കും, ദേശത്ത് അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളെ ദൈവം മാനിക്കും. നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പാകെ ഇന്ന് രാത്രികാലം സമർപ്പിക്കാം. എന്നോടൊപ്പം കണ്ണുകൾ നടക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയവനായ കർത്താവേ, സ്വർഗീയ പിതാവേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ദൈവത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. ഈ വചനം കൊണ്ട് കർത്താവ് വചനം കേട്ട ഏവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ക്രിയ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മളെ നിറയ്ക്കണമേ. പ്രാർത്ഥന എടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്രകാരം ഒരു വേദി ഒരുക്കി തന്ന റോസ് ഫാമിലി പ്രെയർ ഫെലോഷിപ്പിൻ്റെ അല്ലെങ്കിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ അവസരമൊരുക്കി തന്ന ബഹുമാന്യ റോസ്ലിൻ സുരേഷ് അവരോടും അവരുടെ ടീമിൽ ആയിരിക്കുന്ന എല്ലാ പ്രവർത്തകരോടും ഹൃദയംഗമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ദൈവം നമ്മേവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ ആമേൻ ആമേൻ.